ജാതകം ഭാഗം 6. ആശുപത്രിയിലെ കസേരയിലിരിക്കുമ്പോൾ വിവേക് കഴിഞ്ഞുപോയ നിമിഷങ്ങൾ ഒന്ന് ഓർത്തെടുത്തു. അമ്മയുമായി സംസാരിച്ചതിനു ശേഷം റൂമിൽ പോയതായിരുന്നു വിവേക്. റൂമിൽ എത്തിയപാടെ അവൻ കണ്ടത് മേശപ്പുറത്ത് വെച്ച അവനും ശ്രീയും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോയിലേക്കാണ്. ആ ഫോട്ടോ കയ്യിലെടുത്ത് അവൻ കുറേ നേരം അവിടെ ഇരുന്നു. അവിടേക്ക് സുഭദ്ര ഇടയ്ക്ക് വന്നു നോക്കുന്നത് അവൻ കണ്ടിരുന്നില്ല. രാത്രിയായപ്പോൾ അവന് മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. അടുക്കളയിലേക്കാണ് അവൻ നേരെ വരിക എന്നറിയാവുന്ന സുഭദ്ര ഒരു ചെറിയ ബ്ലേഡ് എടുത്ത് കൈഞരമ്പിൽ മുറിച്ചു. ചെറുതായി മുറിയാൻ ചെയ്തതാണെങ്കിലും സുഭദ്രയ്ക്ക് 8ന്റെ പണി കിട്ടി. പെട്ടെന്ന് ചെയ്തപ്പോൾ കൈ നന്നായി മുറിഞ്ഞു. കൈയിൽ നിന്നും രക്തം നന്നായി പോവാൻ തുടങ്ങി. അവൾക്ക് നിലവിളിക്കാൻ തോന്നിയെങ്കിലും അവൾ പിടിച്ചു നിന്നു. ഇത് കണ്ടുകൊണ്ടാണ് വിവേക് അടുക്കളയിലേക്ക് വരുന്നത്. കൈയിൽ നിന്ന് രക്തം വന്നുകൊണ്ടിരിക്കുന്ന അമ്മയെ കാണെ അവൻ്റെ ഹൃദയമൊന്ന് നിശ്ചലമായി. പെട്ടെന്ന് ബോധമണ്ഡലത്തിലേക്ക് വന്ന അവൻ അമ്മയെയും കൊണ്ട് ആശുപത്രിയിലേക്ക് വന്നു. അവളെ കല്യാണം കഴിച്ച ഞാൻ ചത്ത് കളയും എന്ന് ആ അവസ്ഥയിലും സുഭദ്ര പറഞ്ഞൊപ്പിച്ചു. അത് കേൾക്കി അവനൊന്ന് നടുങ്ങി. അമ്മ ജീവനൊടുക്കുമെന്ന് പറഞ്ഞപ്പോഴെങ്കിലും അവനത് കാര്യമാക്കിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞതോർക്കെ അവൻ്റെ ഹൃദയമിടിപ്പ് വല്ലാതെ ഉയർന്നു. അവൻ എഴുന്നേറ്റ് വരാന്തയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. ഇതൊന്നും അറിയാതെ പത്മനാഭനും ശ്രീയും സുഗമമായ നിദ്രയിലായിരുന്നു. രാവിലെ ICUവിൽ നിന്ന് ഡോക്ടർ പരിശോധന കഴിഞ്ഞ് ഇറങ്ങി. പേടിക്കാനൊന്നുമില്ല, കുറച്ച് ബ്ലഡ് പോയിരുന്നു. കുറച്ച് വൈകിയിരുന്നെങ്കിൽ പ്രശ്നമാവുമായിരുന്നു. പിന്നെ സൂയിസൈഡ് കേസാണല്ലോ ഇത്. എന്തായാലും അമ്മയും മകനും തമ്മിലുള്ള പ്രശ്നം എന്താണ്? ഡോക്ടർ വിവേകിനോട് ചോദിച്ചു. എൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതൊക്കെ ഞാൻ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാം. എനിക്ക് അമ്മയൊന്ന് കാണാൻ പറ്റുമോ? ആ ഓക്കെ, ഇപ്പോൾ തന്നെ റൂമിലേക്ക് മാറ്റും. അന്നേരം കണ്ടോളൂ. താങ്ക്സ് ഡോക്ടർ. കുറച്ചു സമയത്തിനുള്ളിൽ സുഭദ്രയെ റൂമിലേക്ക് മാറ്റി. റൂമിൽ പത്മനാഭനെയും ശ്രീയെയും കാണാത്തത് അവളിൽ ദേഷ്യം സൃഷ്ടിച്ചു. ഞാനിവിടെ ചാവാൻ കിടന്നിട്ടും രണ്ടും ഒന്ന് വന്നു നോക്കുക പോലും ചെയ്തില്ലല്ലോ. വല്യച്ഛനും ശ്രീയും ഒന്നും അറിയില്ല. അമ്മയുടെ പിറുപിറുക്കൽ കണ്ട വിവേക് പറഞ്ഞു. ഓ, സുഭദ്ര താല്പര്യമില്ലാത്തതുപോലെ ഒന്ന് മൂളി. അവൻ സുഭദ്രയുടെ അടുത്തേക്ക് വന്നിരുന്നു. അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ? ഞാൻ പറഞ്ഞില്ലേ അമ്മ, എന്ത് പറഞ്ഞാലും ഞാൻ ശ്രീയെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന്. വിവേക് വാക്കിൽ കുറച്ച് ദേഷ്യം കലർത്തി ചോദിച്ചു. അവളെ നീ വിവാഹം കഴിക്കരുത്. എനിക്ക് ആ ബന്ധത്തിന് കൂട്ടി നിൽക്കാനാവില്ല. നിനക്ക് നിന്റെ അമ്മയെ ജീവനോടെ കാണണമെങ്കിൽ അവളെ മറക്കണം. അല്ലെങ്കിൽ ഞാൻ എന്നെ അങ്ങ് നശിപ്പിക്കും, ഈ ചെയ്തതുപോലെ. പിന്നെ നീയും അവളും കെട്ടുകയോ കെട്ടാതിരിക്കുകയോ എന്ത് വേണേലും ചെയ്തോ. ദേഷ്യത്തോടെ സുഭദ്ര പറഞ്ഞു. അമ്മ എന്താ എന്നെ മനസ്സിലാക്കാതെ സംസാരിക്കുന്നത്? എനിക്ക് ശ്രീയെ എത്ര ഇഷ്ടമാണെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? ആ ഇഷ്ടം അവൾക്ക് നിന്നോടുണ്ടോ? അവൾ നിന്റെ കല്യാണക്കാര്യം പറഞ്ഞപ്പോൾ അത് മുടക്കാൻ നോക്കിയോ? ഇല്ലല്ലോ. അവൾ വല്ല ചെക്കനെയും കണ്ടുവച്ചിട്ടുണ്ടാവും. നീ വെറും ഒരു ഹൈസ്കൂൾ ടീച്ചറല്ലേ, അവൾ വലിയ കളക്ടറും. സുഭദ്ര പുച്ഛത്തോടെ പറഞ്ഞു. അമ്മ ഇതെന്തൊക്കെയാണ് പറയുന്നത്? അവൾക്ക് എന്നെ വലിയ ഇഷ്ടമാണ്. ഞാനല്ലാതെ മറ്റാരും അവളുടെ മനസ്സിലില്ല, അവൻ വീറോടെ പറഞ്ഞു നിർത്തി. ഓക്കെ, എന്നിട്ടെന്തേ? അവൾ നിന്റെ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എതിർത്തില്ല? അതെനിക്കറിയില്ല. പക്ഷേ ഒന്ന് ഞാൻ പറയാം, അവളുടെ മനസ്സിൽ ഞാനല്ലാതെ മറ്റൊരാളില്ല എന്ന് പറഞ്ഞ് അവൻ ആശുപത്രി മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഇവനെക്കൊണ്ട് ഞാൻ എങ്ങനെയാ ഈ കല്യാണത്തിനൊന്ന് സമ്മതിപ്പിക്കുക? എൻ്റെ കൃഷ്ണ, എന്തായാലും ജീവൻ കളഞ്ഞ് ഞാൻ ഒരു പരിപാടിക്കുമില്ല, മതിയായി. സുഭദ്ര അവൻ്റെ പോക്ക് നോക്കി മനസ്സിൽ പറഞ്ഞു. ഇന്നലെ നടന്ന സംഭവങ്ങൾ ഓർത്ത് കിടന്നതുകൊണ്ട് ശ്രീ എഴുന്നേൽക്കാൻ നന്നേ വൈകിയിരുന്നു. കൂടാതെ രാവിലെ തന്നെ മന്ത്രിയുടെ ഭീഷണി കോളും അവളെ തേടിയെത്തി. ഇന്ന് കിരണിൻ്റെ കൂടെ രാവിലെ തന്നെ ജോലിയുടെ ഭാഗമായി ഒരു പ്രദേശത്ത് പോകാനുണ്ടായിരുന്നു. അവളാണെ വൈകിയാണ് എഴുന്നേറ്റതും. സമയം വൈകിയതുകൊണ്ട് കിരൺ അവളെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എല്ലാ ഒരുക്കവും കഴിഞ്ഞ് ഓഫീസിലേക്ക് പോകാൻ കിയുമ്പോഴാണ് വിവേക് അങ്ങോട്ട് വന്നത്. അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു വേഗം ഇറങ്ങാൻ തുടങ്ങി. അത് അവനെ ഒന്ന് ചൊടിപ്പിച്ചു. അവൻ അവൾക്ക് മുന്നിൽ കയറി നിന്നു. അവൾ എന്തെന്ന മട്ടിൽ അവനെ നോക്കി. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, വിവേക് പറഞ്ഞു. ഏട്ടാ, നമുക്ക് വൈകുന്നേരം സംസാരിക്കാം, എനിക്കിപ്പോൾ കുറച്ച് ധൃതിയുണ്ട് എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങി അവളുടെ കയ്യിൽ പിടിച്ച് അവൻ വീടിൻ്റെ അടുത്തുള്ള ഇലഞ്ഞി മരത്തിൻ്റെ അടുക്കലേക്ക് നടന്നു. അവൻ
അവൾ അവൻ്റെ കൈകൾ വിടുവിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതൊന്നും നടന്നില്ല. ഫോണിലേക്ക് കിരൺ തുരുതുരെ വിളിക്കുന്നുണ്ടായിരുന്നു. വൈകുന്ന ഓരോ സമയവും അവൾക്ക് അവളുടെ പദവി നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ഇലഞ്ഞിമരത്തിൻ്റെ ചുവട്ടിലെത്തിയ വിവേക് അവളുടെ കയ്യിൽ നിന്നും തൻ്റെ കൈ വിടുവിച്ചു. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു, "നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ?"